വ്യത്യസ്തമായൊരു ഓർമ്മ ദിനാചരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ് ഇനി ഞാൻ കടക്കുന്നത്. പ്രിയപ്പെട്ട വളർത്തുനായുടെ ഓർമ്മ ദിനം നാട്ടുകാരെ വിളിച്ചുകൂട്ടി ആചരിച്ചിരിക്കുകയാണ് തൃശൂർ മണ്ണുത്തി നെട്ടിശ്ശേരിയിലെ PS രഘുവും കുടുംബവും. ിലെ പ്രളയത്തിൽ എറണാകുളം നോർത്ത് പറവൂരിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയതാണ് രഘുവിന്റെ ജാക്കിമോൻ. ബോധം നഷ്ടപ്പെട്ട് വായിൽ നിന്ന് നുരയും പതയും വന്ന നിലയിലായിരുന്നു 8 വയസ്സുള്ള ലാബ്രഡോർ. അവനെ സംരക്ഷിച്ചു. സാഗർ ഏലിയാസ് ജാക്കി എന്ന് പേരിട്ടു. ജാക്കിയെ ലഭിച്ച ഓഗസ്റ്റ് 19 അവന്റെ ജന്മദിനമായി ആഘോഷിച്ചു. 2012 ഫ്ലഡിൽ എൻ്റെ എറണാകുളത്തെ വീട് ഒക്കെ വെള്ളം മുങ്ങിപ്പോയായിരുന്നു. അപ്പോൾ വെള്ളം ഇറങ്ങി കഴിഞ്ഞ സമയത്താണ് ഈ ജാക്കിനെ അവിടെ നിന്ന് കിട്ടുന്നത്. പേയള ഇതാണോന്നൊക്കെ പറയുന്നത്. എല്ലാവരും അവനെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അവൻ്റെ കണ്ണിൽ നോക്കിയപ്പോൾ അവനെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അവൻ മരണപ്പെട്ടു പോയാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ രംഗത്തെ പോലെ നമ്മുടെ മനസ്സിൽ അവൻ ജീവിക്കുന്നുണ്ട്. രഘുവിനൊപ്പം മണ്ണുത്തിയിലെ നെട്ടിശ്ശേരിയിലെ വീട്ടിലെത്തിയതോടെ ജാക്കി ഉഷാറായി. കുടുംബത്തിൽ ഒരാളായി. മയക്കുമരുന്നിനെതിരെ ഇന്ത്യ പര്യടനം നടത്തിയ നായ കേണൽ ബെല്ലയുടെയും പ്രിയപ്പെട്ട സുഹൃത്തായി. പ്രായാധിക്യത്താൽ അവശനായ ജാക്കി കഴിഞ്ഞ 24 മരിച്ചു. ഞാൻ ബാങ്കോക്കിൽ ഒരു കോൺഫറൻസിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പോകുന്നതിൻ്റെ തലേൻ്റെ ദിവസം അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ കൊടുത്തു. എല്ലാം ഇതാക്കിയിട്ട് പോയത്. പക്ഷേ ഒരു ദിവസം ഞാനിവിടെ നിന്ന് മാറിയിരുന്നു. ഒരു ദിവസം ഞാനില്ലാണ്ടായപ്പോൾ അവന് മാനസികമായിട്ട് എന്തോ വിഷമമുണ്ടായി. പിറ്റേ ദിവസം വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ തുടങ്ങി നന്നായിട്ട് കുരച്ചു. വീടിൻ്റെ അകത്തോട്ട് നോക്കി കുരച്ചിട്ട് എല്ലാവരും ഇറങ്ങി വന്നപ്പോഴേക്കും അവനിങ്ങനെ പെട്ടെന്ന് കിടന്ന് അവൻ്റെ ജീവൻ പോയത്. നായയെ ചികിത്സിച്ച മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിലെ ഡോക്ടേഴ്സ് വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. ഇതോടെയാണ് ജാക്കിമോന്റെ ഓർമ്മയ്ക്കായി ഒരു സ്നേഹവിരുന്ന് വീട്ടിലൊരുക്കിയത്. വീടിനോട് ചേർന്ന് നായയെ സംസ്കരിച്ച സ്ഥലത്ത് ആദരസൂചകമായി നിലവിളക്ക് കൊളുത്തി. ഓർമ്മദിനത്തിൽ പങ്കെടുക്കാനെത്തിയവർക്ക് സ്നേഹവിരുന്ന് നൽകിയാണ് മടക്കി അയച്ചത്. തെരുവിലലയുന്നവർക്കും രഘുവും കുടുംബവും ഭക്ഷണം നൽകി. 24 തൃശൂർ.